നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന എന്താണെങ്കിലും ഭൂമി പൂജയ്ക്ക് പോണം. ആ പൂജ ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. തന്റെ അച്ഛന്റെ വേർപ്പിന്റെ ഫലമാണ് ഈ പറയുന്ന ജയപാലൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. അതങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ട് കാവേരി ഒരുക്കുമായിരുന്നില്ല. ഒടുവില് കാവേരി ശാരദയോടും രാധമ്മയോടും എല്ലാവരുമായിട്ട് ഒരു കാര്യം പറഞ്ഞു. നാളെ ആ ഭൂമി പൂജ നടക്കണ സമയത്ത് അവിടേക്ക് പോണം. ആ പൂജ മുടക്കണം. അത് കേട്ടപ്പോ ശാരദ പറഞ്ഞു, അതിന് നമ്മളെ കൊണ്ട് പറ്റുമോ മോളെ? നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ടാ? അയാൾ വാങ്ങിച്ച വസ്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞോണ്ട് അങ്ങനെ അങ്ങോട്ട് വിട്ടു കൊടുക്കാനാണോ? അയാൾ അറിയണ്ടേ നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിനക്ക് വരാം. ഞാൻ തനിച്ചാണെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, ഞാൻ വരുമെന്ന് പറഞ്ഞു. യമുനയെ സമ്മതിച്ചു. ഒടുവിൽ രാധം പറഞ്ഞു, എന്റെ മകന് ആ മണലാരണത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കി പൈസയാ. അതങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന കാണുമ്പോൾ എനിക്ക് ഇച്ചിരി ചങ്കിടിപ്പുണ്ട്. ഞാനും വരാൻ മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു പോവാനായിട്ട്. പിറ്റേ ദിവസമായി. ജയപാലനും പിന്നെ ജയപാലിന്റെ കൂടെ രാജേശ്വരി ഉണ്ടായിരുന്നു. രാജേശ്വരിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. വിശാലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഭൂമി പൂജ നടത്താനായിട്ട് പോന്നെ. അപ്പൊ പുതിയ പ്രോപ്പർട്ടി മേടിച്ചിരിക്കുകയല്ലേ, അപ്പൊ ഭൂമി പൂജ നടത്തണം. അപ്പൊ അതിന് തിരുവേനിയെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവേനി വന്നു, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പൂജയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ആ സമയത്ത് ജയപാലൻ രാജേശ്വരിയോട് പറഞ്ഞു, രാജേശ്വരി, ഈ സ്ഥലം ഞാൻ വാങ്ങിയത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാവോ? നിവിന് വേണ്ടിയിട്ടാ. നിവിനും രാഗിണിക്കും കൂടെ. ഇനിയിപ്പം രാഗിണിയെ ഞാൻ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് ഒന്നും ശ്രീധനൊന്നും തന്നില്ലെന്ന് നീ പറയാൻ പാടില്ലല്ലോ. അപ്പോഴേക്കും രാജേശ്വരി പറഞ്ഞു, അതിന് ഞാൻ എന്തേലും ചോദിച്ചോ ജയപാലേട്ടാ? നീ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എങ്കില് ഇത് ഞാൻ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാ എന്ന് പറഞ്ഞു. രാജേശ്വരി പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ അവൻ ആവശ്യത്തിന് മിച്ചമുള്ള ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് പോരല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ജയപാലൻ ഭൂമി പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പം ഭൂമി പൂജ ചെയ്യാനായിട്ട് ജയപാലനോട് ഇരിക്കാൻ പറഞ്ഞപ്പം സന്തോഷത്തോടു കൂടിയിട്ടിരുന്നു. രാജേശ്വരിക്ക് സന്തോഷമായിരുന്നു. അധികം വൈകാതെ നിവിന്റെ രാഗിണിയുടെയും കൂടെ വിവാഹം നടക്കണം. അത് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നിവിന് താല്പര്യമില്ല. നിവിന് കാവേരിയോടാ താല്പര്യം എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് കാവേരിയും ശാരദ രാധമ്മ എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങോട്ടേക്ക് വന്നിട്ട് കാവേരി അവിടെ നിന്ന് വിളിച്ചു. ജയപാലൻ സാറേ എന്നൊരു ഒറ്റ വിളിയായിരുന്നു. ഭൂമി പൂജയ്ക്ക് ഇരുന്ന ജയപാലൻ ഞെട്ടിപ്പോയി. ജയപാലൻ ചാടി എഴുന്നേക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു, അതെ, പൂജയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ജയപാലൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും രാജേശ്വരി ചോദിച്ചു, ഇവരൊക്കെ എന്തിനാ ജയപാലട്ടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കാവേരി വന്നിട്ട് പറഞ്ഞു, വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയ ഭൂമിയല്ലേ ഇത് എന്ന് ചോദിച്ചു. നിങ്ങളുടെ അച്ഛനോ? അതെങ്ങനെ ശരിയാവും? ഇത് ജയപാലേട്ടന്റെ ഭൂമിയാ. ജയപാലേട്ടന്റെ ഭൂമിയില് ജയപാലേട്ടൻ ഭൂമി പൂജ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? രാജേശ്വരി ചോദിച്ചു. അതെ, നിങ്ങളുടെ സഹോദരനോടൊന്ന് ചോദിച്ചു നോക്ക്. എന്റെ അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലം അത് വെച്ചിട്ടാണ് ഇയാള് സദ്യ ഒരുക്കിയേക്കുന്നത്. അപ്പൊ ആ സദ്യ ഉണ്ണണ്ട ഞങ്ങള്, അതിനകത്ത് ഒരു വറ്റെങ്കിലും ഞങ്ങൾ കഴിക്കണ്ടെന്ന് ചോദിച്ചു. അതിനു വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, ദേ കാവേരി, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോന്നൊക്കെ. പ്രശ്നമോ? നിങ്ങൾക്ക് നാണമുണ്ടോ? ഇത്രയെങ്കിലും നാണം ഉണ്ടെങ്കിൽ ജയപാലൻ എന്ന് വിളിക്കുന്ന നിങ്ങൾ ഈ പരിപാടി ചെയ്യില്ലായിരുന്നു. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഗൾഫിൽ നിന്ന് പൈസ അയച്ചു തന്നോണ്ടിരുന്നു. അത് നിങ്ങൾ അവിടെ കൊണ്ടേ കൊടുത്തിട്ട് ഒടുവിൽ ആ ഭൂമി നിങ്ങളുടെ പേരിലേക്ക് അങ്ങോട്ട് എഴുതി വാങ്ങിച്ചു. അതല്ലേ സത്യം എന്ന് ചോദിച്ചു. രാജേശ്വരിക്കൊന്നും മനസ്സിലായില്ല. രാജേശ്വരി ജയപാലനോട് ചോദിച്ചു, എന്താ ജയപാലേട്ടാ ഇവളെന്തൊക്കെയാ വിളിച്ചു പറയണമെന്ന് ചോദിച്ചു. അത് പിന്നെ രാജേശ്വരി, ഇവർക്കൊരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അതോ ഉള്ളെന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. നിങ്ങളുടെ സഹോദരൻ കാണിച്ചിരിക്കുന്ന പരിപാടി എന്താണെന്നറിയാവോ? എന്റെ അച്ഛന്റെ പൈസ ഏത്? അതിന് തെളിവ് സഹിതം അച്ഛൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ ഇതിന്റെ ഓണറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കുറിഞ്ഞിക്കാടുള്ള ഈ പ്രോപ്പർട്ടി കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന അച്ഛൻ വാങ്ങിയ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞോണ്ട്. എന്നിട്ടോ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഇയാൾ അതങ്ങോട്ട് തട്ടിയെടുത്തിട്ട് ഇയാളുടെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞോണ്ട് ഇയാൾ ഇരിക്കുന്നത്. ഇത് വിട്ടുതരാൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. രാധം പറഞ്ഞു, നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ. നിനക്ക് എത്ര തവണ ഞാൻ വെച്ച് വിളമ്പി തന്നിട്ടുണ്ട്. എന്നിട്ട് ആ കൈക്കിട്ട് തന്നെ നീ കുത്തിയിലോടാന്ന് പറഞ്ഞു.
അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു, അതെ ഭൂമി പൂജയ്ക്കുള്ള സമയം വൈകൊണ്ടിരിക്കുക ജയബാല എന്ന് പറഞ്ഞു. ജയബാലൻ പറഞ്ഞു, മര്യാദയ്ക്ക് കാവേരി ഇവരെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വെള്ളം വിളിക്കുക, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. രാജേശ്വരി പറഞ്ഞു, എന്തിനാ ജയബാലേട്ട മടിക്കുന്നേ? പോലീസിനെ വിളിക്കുക, പോലീസ് വരട്ടെ, ഇവരെല്ലാം പിടിച്ചു പുറത്താക്കാൻ പറഞ്ഞു. ജയബാലൻ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. ജയബാലൻ അറിയാം പ്രശ്നമാവും എന്നുള്ള കാര്യം അറിയാം. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അങ്ങേരെ വിളിക്കില്ല, അയാൾക്ക് വിളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത്രയെങ്കിലും നാണം മാനം ഉള്ളവനാണെങ്കിൽ നിങ്ങളെങ്കിൽ ഇതുപോലത്തെ വൃത്തികെട്ട പരിപാടി കാണിക്കുമായിരുന്നോ? പാവപ്പെട്ട ഒരു കുടുംബത്തെ ചതിച്ചിട്ട് മേടിച്ചിട്ട് ഇതും കൊണ്ട് നിങ്ങൾ ഗതി പിടിക്കുമെന്ന് ഓർത്താണോ ഇരിക്കുന്നത്? ഒരു കാരണവശാലും ഗതി പിടിക്കില്ല ജയബാല. ഈ ഭൂമി ഉണ്ടല്ലോ, ഇതെന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കി വാങ്ങിയതാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് മേടിക്കാൻ തന്നെ അറിയാം, തിരിച്ചു മേടിക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും വിശാല് പറഞ്ഞു, ദേ യമുനെ, നീ നിന്റെ ചേച്ചിയെ അമ്മയെ വല്യമ്മയൊക്കെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്, ഇവിടെ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. അപ്പോഴേക്കും യമുന പറഞ്ഞു, അല്ല വിശാലിന് നാണമില്ലേ? ഇതെന്റെ അച്ഛന്റെ പൈസയാണ്, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇത് എന്റെ അച്ഛൻ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയാ, ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ആരാ അധികാരം തന്നെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, നീ ഒരക്ഷരം മിണ്ടരുത്. നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്റെ അച്ഛനെ പറ്റിച്ചുണ്ടാക്കിയതാന്ന് പറ. അതിന്റെ വിഷമത്തിൽ എന്റെ അച്ഛൻ ചങ്ക് പൊട്ടി മരിക്കുകയോ ചെയ്തേ, പക്ഷെ അത് ഈ ജന്മത്തിൽ ഞങ്ങളും മറക്കില്ല. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിൽ ഇതെങ്ങനെ തിരികെ മേടിക്കണം എന്ന് എനിക്കറിയാം. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ, പോലീസൊക്കെ ഉണ്ടല്ലോ. അപ്പോഴേക്കും ജയബാലൻ പറഞ്ഞു, നീ കൊണ്ട കേസ് കൊടുക്കണേന്ന് പറഞ്ഞു. കേസ് കൊടുക്കുക തന്നെ അല്ല, ഈ ഭൂമി ഞങ്ങൾ സ്വന്തമാക്കുക തന്നെ ചെയ്യും, അതിനൊരു മാറ്റമില്ല. അരവിന്ദന്റെ മോളായി പറയണത്. നീ ചെവിയെ നുള്ളി വെച്ചോ ജയബാല, ഉറപ്പായിട്ടും ഇത് ഞാൻ തിരികെ വാങ്ങിയിരിക്കും എന്ന് പറഞ്ഞു. നീ എത്ര വലിയ പൂജ നടത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഒടുവില് കാവേരി അവരെയും കൂട്ടിക്കൊണ്ട് തിരികെ പോരുവാണ് അവിടുന്ന്. അപ്പോഴേക്കും ശാരദ പറഞ്ഞു, എന്നാലും അയാൾ എത്രയും ദുഷ്ടനാന്ന് നോക്കിയേ, ഇതുപോലൊരു ചതി അയാളെന്ന് ഒരിക്കലെങ്കിലും പ്രതീക്ഷ ആണെന്ന് ചോദിച്ചു. ശാരദം പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും അവൻ ഗതി പിടിക്കാനായിട്ട് പോകുന്നില്ല. ഈ സമയം തിരുമേനി പറഞ്ഞു, അതെ ഭൂമി പൂജ. ജയബാലൻ പറഞ്ഞു, അതൊന്നും തിരുമേനി മൈൻഡ് ആക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പൂജകളൊക്കെ നടത്തുവാണ്. ജയബാലന്റെ ഉള്ളൊന്ന് കാളിയായിരുന്നു. പക്ഷെ പിന്നീട് ശാരദ പറഞ്ഞു, അതെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് അയാൾ അത് വിട്ടു തരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞോണ്ട് നമ്മളൊന്നും അറിയത്തില്ലാതെ മറ്റും മാറി നിൽക്കണം എന്നാണ് അമ്മ പറയണേ. അതിന് ഈ കാവേരിയെ കിട്ടത്തൊന്നുമില്ല, അത് ഈ ജന്മത്തിൽ നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം തീരുമാനിച്ച തന്നെയാ, അതിനൊരു ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി പോയി രാധമ്മയ്ക്കാണെങ്കിലും. കാരണം എത്രമാത്രം പ്രതീക്ഷയോടുകൂട്ടി അങ്ങോട്ടേക്ക് വന്നേ. ഒടുവിൽ കാവേരി പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് വെക്കോ, എനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞു. ആരെ? അതൊക്കെ ഞാൻ കണ്ടു വന്നിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞു. അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് കാവേരി നിവിനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നീട് നിവിൻ കാവേരിയെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ കാവേരി നിവിനോട് പറഞ്ഞു, അത് സ്റ്റേഷനിലേക്ക് പോകണം, കൊണ്ട പരാതി കൊടുക്കണം, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എൻ്റെ അച്ഛന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ സ്വത്ത, അത് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നിവിൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനും കാവേരിയോടൊപ്പം വരാം, നമുക്കൊണ്ട് പരാതി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പോവാണ്. ഒരു കാര്യം കാവേരി തീരുമാനിച്ചു, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല, എന്തൊക്കെ സംഭവിച്ചാലും ശരി അയാൾക്കെതിരെ പരാതി കൊടുക്കും. തന്റെ അച്ഛന്റെ സ്വത്ത് തിരികെ മേടിക്കുന്നൊരു ചിന്ത മാത്രമേ കാവേരിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കാവേരി അത് ചെയ്യുക തന്നെ ചെയ്യും. കാവേരിയെ സഹായിക്കാനായിട്ട് ഇന്ന് നരനും രഘുനാഥനൊക്കെ വരികയും ചെയ്യും. അപ്പൊ അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.